വളരെ കൃത്യമായിട്ട് നടത്തിയ ഒരു ആസൂത്രണം, ആ ആസൂത്രണത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാനും അവർക്ക് പ്രചരണം നടത്താനായിട്ടുള്ള വാതിൽ തുറന്നു കൊടുക്കാനും കഴിഞ്ഞു എന്നുള്ളത് പ്രത്യേകമായിട്ടുള്ളൊരു അതിശയമായിട്ട് നമ്മൾ കണക്കാക്കേണ്ട. പക്ഷേ അവരത് ചെയ്തു കഴിഞ്ഞു. അവർക്കൊപ്പം യഥാർത്ഥത്തിൽ മറ്റ് രണ്ട് കക്ഷികളും, കാരണം ഈ വർഷത്തെ തിരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് വ്യത്യസ്തമായിട്ടുള്ള ത്രികോണ മത്സരം എന്ന് പറയുന്നത് ഏതാണ്ട് ഒട്ടുമിക്ക മേഖലകളിലും നടപ്പാകാൻ പോകുന്നതായിട്ടുള്ളൊരു തിരഞ്ഞെടുപ്പായിട്ടാണ് പൊതുവെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. അപ്പോൾ ത്രികോണ മത്സരത്തിൻ്റെ സാധ്യതയിൽ മൂന്ന് മുന്നണികളും ഒപ്പത്തിനൊപ്പം തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകേണ്ടത് ആവശ്യമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. 2-3 ദിവസങ്ങൾ കഴിയുമ്പോഴേക്കും മറ്റ് രണ്ട് മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ വരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പിന്നെ തിരഞ്ഞെടുപ്പിൻ്റെ വിഷയങ്ങൾ അത് മിക്കവാറും എത്രയോ കാലമായിട്ട് കേരളത്തിലെ മനുഷ്യരുടെ മനസ്സിനകത്ത് ചർച്ച ചെയ്യപ്പെട്ടുള്ളതും അവരേതാണ്ട് തീരുമാനത്തിൽ എത്തിക്കഴിഞ്ഞിട്ടുള്ളതുമാണ്. പക്ഷേ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഓളം എന്ന് പറയുന്നത് അതിൽ കുറേ ആളുകളെയെങ്കിലും സ്വാധീനിക്കും. അതുകൊണ്ട് തിരഞ്ഞെടുപ്പ് വലിയൊരു ആഘോഷമാണ്. ആ ആഘോഷത്തിൽ ഓളത്തിനും വലിയ പ്രസക്തിയുണ്ട്. ആ പ്രസക്തി മനസ്സിലാക്കി ഒപ്പം നിന്നാൽ മാത്രമാണ് മത്സരത്തിനൊപ്പം നിന്ന് മുന്നോട്ട് പോകാനായിട്ട് കഴിയുള്ളൂ. കാരണം പിന്നാലെ ഓടിയെത്തിയിട്ട് കാര്യമില്ല. ഇതൊപ്പം തന്നെ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു പ്രക്രിയയാണ്. കാരണം മറ്റ് തിരഞ്ഞെടുപ്പുകളിൽ നിന്ന് ഈ തിരഞ്ഞെടുപ്പുകളെ വ്യത്യസ്തമാക്കുന്നത് ത്രികോണ മത്സര സാധ്യത എന്ന് പറയുന്നത് ഒട്ടുമിക്ക മണ്ഡലങ്ങളിലും ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഒപ്പം ഇങ്ങനെ ഓടിയെത്തുന്നതിൽ പിറകിൽ നിൽക്കുന്ന പോലെയാണ് തോന്നുന്നത്. കാരണം അവർക്ക് രണ്ട് മുന്നണികളുടെ സ്ഥാനാർത്ഥികൾ വന്നതിന് ശേഷം ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ വന്നാൽ മതി എന്നുള്ള തോന്നലുള്ള രീതിയിലാണ് എല്ലാം ഒറ്റഘട്ടമായി പ്രഖ്യാപിക്കുക എന്ന രീതി അവർക്കുണ്ടല്ലോ. അതാണോ കാരണം? അല്ല, അത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണങ്ങൾ അവരാണ് തീരുമാനിക്കുന്നത്. പക്ഷേ എന്തായാലും അതിങ്ങനെ വൈകി പോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ 1-2 ദിവസം, അതിൽ കൂടുതൽ വൈകലിനുള്ള സ്കോപ്പ് ഇതിനകത്തില്ല. കാരണം നമുക്ക് ഉള്ള സ്പേസ് 25 ദിവസത്തിൻ്റെ ഉള്ളൂ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും നാളെയോ മറ്റന്നാളോ ഒക്കെ ആയിട്ട് ഇത് പ്രഖ്യാപിച്ചേ പറ്റൂ. പക്ഷേ ഒരു ചെറിയ എഡ്ജ് ഇന്ന് പ്രഖ്യാപിച്ചെന്ന് തന്നെ പ്രചരണം നടത്തുന്നവർക്ക് കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. പക്ഷേ രാഷ്ട്രീയ പ്രശ്നങ്ങൾ അത് വിശകലനം ചെയ്യാനായിട്ട് ഒരുപാട് കാലമായിട്ട് കേരളത്തിലെ മനസ്സുകളെല്ലാം തയ്യാറായിട്ടുണ്ട്. അതുകൊണ്ട് അവരെടുത്തു വച്ചിരിക്കുന്നതായിട്ടുള്ള തീരുമാനത്തിൽ വലിയ മാറ്റങ്ങൾ കാര്യമായിട്ടുണ്ടാകണമെന്നില്ല. പക്ഷേ ചെറിയൊരു സുങ്ങുണ്ടാക്കും. അത് പക്ഷേ തിരഞ്ഞെടുപ്പിൽ വളരെ പ്രസക്തവും പ്രധാനപ്പെട്ടതുമാണ് എന്ന് തന്നെയാണ്